ഹായ് ഫ്രണ്ട്സ്, റെസിപ്പി മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത അവൽ മിൽക്ക് ഷേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ചെയ്യാൻ പോകുന്നത് വളരെ രുചികരമായ ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവർക്കും ഈ ചൂടുകാലത്ത് ഒന്ന് കൂളാവാൻ പറ്റിയ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്കായി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ റെസിപ്പിക്ക് നമുക്ക് ആദ്യമായി ആവശ്യമുള്ളത് മീഡിയം വലിപ്പത്തിലുള്ള ഒരു തണ്ണിമത്തനാണ്. ഇനി നമുക്കതിനെ രണ്ടായി മുറിച്ച ശേഷം അതിൽ നിന്ന് 3 പീസ് എടുത്ത് ഇതുപോലെ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ചെറിയ പീസുകളായി ഒന്ന് മുറിച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മുറിച്ചെടുത്ത കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം. ഇപ്പോൾ നമ്മൾ ജാറിലേക്ക് മുറിച്ചെടുത്ത തണ്ണിമത്തൻ പീസുകൾ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. നിങ്ങൾക്ക് മധുരം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് 1/2 ലിറ്റർ പാലാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നന്നായി തണുപ്പിച്ചെടുത്ത പാസ്ചറൈസ്ഡ് പാലാണ്. നിങ്ങൾ നാടൻ പാലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നന്നായി തിളപ്പിച്ചാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. 1/2 ലിറ്റർ പാലിൽ നിന്നും പകുതി പാലാണ് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മാറ്റിവെച്ച തണ്ണിമത്തൻ ഒന്ന് ഇതുപോലെ ഒരു തവി കൊണ്ട് ഉടച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഉടച്ചെടുക്കുമ്പോൾ കുരു കളയണമെന്നില്ല. ഇനി നമുക്ക് നേരത്തെ ബ്ലെൻഡ് ചെയ്ത തണ്ണിമത്തൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരു തവിയോ വിസ്കോ ഉപയോഗിച്ച് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി നമുക്ക് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന കുറച്ച് കസ്കസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല അടിപൊളി തണ്ണിമത്തൻ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. റെസിപ്പി മലയാളത്തിൻ്റെ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.